ഹലോ, ഹായ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFC MMA കോമ്പാറ്റ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തമ്പനിയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയാനായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയ ടൊപ്പൂരിയ ആൻഡ് ചാൾസ് ഒലിവറ. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തമ്പനിയിൽ അതാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് എത്തിപ്പോയി. അതായത് നാളെ 12:30 മറ്റോ ആണത്, വെളുപ്പാങ്കാലത്ത്. നമ്മുടെ ജമഹൽ ഹിൽ ആൻഡ് ഖലീൽ റൗണ്ട്രി ആരും ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഫേസ് ഓഫ് ഒക്കെ കണ്ടു. അതിൻ്റെ മൊത്തത്തിലൊരു വശം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ആ ഫൈറ്റ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതല്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഴുതി തള്ളാൻ പാടില്ല. ഏത് ജമഹൽ ഹിൽ ആൻഡ് ഖലീൽ റൗണ്ട്രി അതാരും ഡിസ്കസ് ചെയ്യുന്നില്ല. അവർ വലിയ സൂപ്പർ താരങ്ങളല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ സൂപ്പർ താരങ്ങളായിരുന്നു, കാരണം ഈ രണ്ടുപേരും അലക്സ് പെരേരയുടെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ മെയിൻ ഇവന്റ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു UFC ഫൈറ്റ് നൈറ്റിലേക്കൊക്കെ മാറ്റി. പക്ഷേ ഡാന വൈറ്റ് ആണ് അതിൻ്റെ ഫേസ് ഓഫിലൊക്കെ വന്നത്. അപ്പോൾ തന്നെ അത് ഒരു ഗംഭീര ഫൈറ്റ് ആയിരിക്കും, കാരണം രണ്ടുപേരും അങ്ങനത്തെ ഒരു പെക്യുലർ ഫൈറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള, അതായത് അനുയോജ്യം എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. അതായത് ഇതിനകത്ത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ക ഫുൾ ആൻഡ് ഫുൾ സ്റ്റാൻഡപ്പ് ആയിരിക്കും. ഓക്കെ, സ്റ്റാൻഡ് ആൻഡ് ബാങ്ക്. അപ്പോൾ ഫേസ് ഓഫ് നടന്ന സമയത്ത് ജമഹൽ നമ്മുടെ ഖലീലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, യു ആർ ഗോയിങ് ടു ബ്ലീഡ്. ഖലീലാണെങ്കിൽ അത് ഇങ്ങനൊരു ചിരിയാണ്, ഇങ്ങനൊരു ചിരി ആയിരുന്നു പുള്ളിക്ക്, ഒരു ആക്കിയൊരു ചിരി. അപ്പോൾ എന്തായാലും കലിപ്പായിരിക്കും രണ്ടുപേരും. ഖലീൽ ചിരിക്കുന്നുണ്ടായിരുന്നു, ഉള്ളിൽ കലിപ്പാണെന്ന് നമുക്കറിയാം. ഖലീൽ അറിയാമല്ലോ, ഖലീലിൻ്റെ ആ ഒരു ഫൈറ്റിംഗ് ക്രൂരത അത് നമുക്കറിയാം. അലക്സ് പെരേരയുടെ കൂടെ മാത്രമാണ് ഖലീൽ ബാക്ക് ഓഫ് ആയി പോയത്. പക്ഷേ അല്ലാത്ത സമയം ഖലീൽ മാക്സിമം ഇൻഫ്ലിക്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ ജമഹലും ആള് മോശമൊന്നുമല്ല, ഒരു പ്രത്യേക ടൈപ്പാണ് ജമഹൽ. അപ്പം നല്ല എന്തുവാണെങ്കിലും ഇവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല നമ്മളിവിടെ റെഡിയാക്കുന്നത്. നല്ല ഒരു കോമ്പാറ്റ് പോരാട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിങ്ങ് എത്തിപ്പോയി. നാളെയാണത്, നാളെ വെളുപ്പാങ്കാലത്ത് ഖലീൽ ആൻഡ് ജമഹൽ ഹിൽ. എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അത് എനിക്ക് തോന്നുന്നു. ജമഹൽ അലക്സിൻ്റെ കൂടെ ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൗട്ടായി. ഖലീൽ ഫുൾ പോരാടി നിന്നു ലാസ്റ്റ് വരെ. ഖലീലിനാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുക അതുകൊണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഫോമിലാണ്, രണ്ടുപേരും പ്രൂവ് ചെയ്യേണ്ടത്. ഖലീൽ എന്താണ് ശ്രമിക്കുക? ഖലീൽ വീണ്ടും തിരിച്ചെത്തി ജമഹലും അത് തന്നെയാണ് ശ്രമിക്കുക. ജമഹലിന് ആ പഴയ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും ജമഹലിന്. കാരണം ഇതിനകത്ത് തോറ്റു കഴിഞ്ഞാൽ ജമഹൽ പിന്നെ പുറകോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഖലീൽ അലക്സിൻ്റെ കൂടെയുള്ള എല്ലാവരും കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു തോറ്റെങ്കിലും. അപ്പോൾ അതൊന്ന് തിരിച്ചു പിടിക്കാനായിരിക്കും ഖലീലിൻ്റെ ശ്രമം. എന്തായാലും നല്ലൊരു ഫൈറ്റ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നല്ലൊരു പോരാട്ടമായിരിക്കും, നല്ലൊരു ടൂർണമെൻ്റ് ആയിരിക്കും അത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി തിരിച്ച് നമുക്ക് അടുത്ത എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഫൈറ്റ്, ഇലിയ ടൊപ്പൂരിയ ആൻഡ് ചാൾസ് ഒലിവറ. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. ഇനി ഇത് രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും അതിനെക്കുറിച്ച്. അപ്പം ഞാൻ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചാൾസിൻ്റെ വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ചാൾസ് പക്ഷേ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോലെ അല്ലല്ലോ, പക്ക പെർഫെക്റ്റ് ട്രെയിനിങ് ആയിരിക്കും. പിന്നെ ഇലിയ സൂപ്പർ കോൺഫിഡൻറ്റ്. ഇലിയ അങ്ങിങ്ങായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇലിയ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരു ഓൾട്ടർനേറ്റീവ് ചിന്താഗതി ഞാൻ ആലോചിക്കുന്നത്, ഇലിയ എങ്ങനെ തോറ്റുപോയാലുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിച്ചത്. ഇലിയ പിന്നെ സപ്പോസ് ഞാൻ പറയാണ്, തോക്കുമെന്നല്ല ഞാൻ പറയുന്നത്, തോറ്റു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇലിയയുടെ കോൺഫിഡൻസ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ മനുഷ്യനങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആളുകളുണ്ടല്ലോ, എസ്പെഷ്യലി അറിയാമല്ലോ, ഈ മക്കാശേവിൻ്റെയൊക്കെ ഫാൻസ് ഉണ്ട്. ആളുകൾ നിർത്തിപ്പൊരിക്കാനൊന്നും ഇല്ല. പിന്നെ ഇല്ലിയനെ പിന്നെ കാണൂല. പിന്നെ ഇല്ലിയ പിന്നെ ഫൈറ്റ് ചെയ്യൂല UFC ആ രീതിയിലായി. കാരണം ആ രീതിയിലാണ് പുള്ളി കോൺഫിഡൻസോടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ തൊട്ട് കഴിഞ്ഞ ആളുകൾ താഴെ പോകും, ആളുകൾ കാണൂല, ആളുകൾ പറന്നു പോകും എന്നൊക്കെയാണ് ഇല്ലിയ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ പറയുന്നത് അഹങ്കാരമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആയിരിക്കും അത്. ഞാൻ പറഞ്ഞാൽ ഇൻ കേസ് തോറ്റു കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞാണ്. എന്തായാലും ചാൾസ് അതിനുവേണ്ടി ആയിരിക്കും ശ്രമിക്കുന്നത്.
തോൽപ്പിക്കാൻ. ചാൾസ് ഒരു ഡയലോഗ് അടിച്ചിട്ടില്ല. ചാൾസ് ജസ്റ്റ് അപ്പോൾ ഇപ്പം എന്താ സംഭവം എന്നറിയോ, ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാൾസിന് കുറേ ആരാധകർ കൂടിയിട്ടുണ്ട്. അതാരാന്നറിയോ, ഇസ്ലാം മക്കാശേവിൻ്റെ ഫാൻസ് ഫുൾ ഇപ്പോൾ ചാൾസ് ഒലിവറ ഫാൻസാണ്. പണ്ട് ചാൾസും ഇസ്ലാമും കൂടെ നടന്നപ്പോൾ ചാൾസ് തോറ്റല്ല, പെട്ടെന്ന് തോറ്റല്ല. അപ്പോൾ ചാൾസിനെതിരായിരുന്നു എല്ലാവരും, ഭയങ്കര എതിരായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതോടുകൂടി മക്കാശേവ് ഫാൻസ് ഫുള്ള് ചാൾസ് ഫാൻസാണ്. ചാൾസ് തോപ്പിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ടൊപ്പൂരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ കോൺഫിഡൻസ് ആണ്, പുള്ളിയുടെ ഏജും പുള്ളിയുടെ ആ ലൈഫിൻ്റെ സ്റ്റേജും ഒക്കെ വെച്ചിട്ടേ പുള്ളിക്ക് തോക്കാൻ പറ്റില്ലെന്ന് തന്നെ പുള്ളി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഇതാണിപ്പോൾ അതൊരു ഹെവി ഫൈറ്റാണ് കേട്ടോ, ഭയങ്കര ഫൈറ്റാണത്, ഇല്യ ആൻഡ് ചാൾസ് ഒലിവറ. ബിക്കോസ് അതിനെ ആശ്രയിച്ചാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇല്യ ജയിക്കട്ടെ, കാരണം എന്നാൽ മാത്രമേ ഇല്യ മക്കാശേവ് നടക്കൂ. ഇല്യ അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പരിപാടിയില്ല. പിന്നെ ഇല്യ മക്കാശേവ് ഒന്നും പിന്നെ ഇല്യയുടെ ഒരു ഫൈറ്റ് ഇല്ല പിന്നെ, അല്ലേ? ഇല്യ പിന്നെ ഇതങ്ങ് പോയി, മാർക്കറ്റ് അങ്ങ് പോയി കൊള്ളു. ഏതായാലും നടക്കട്ടെ, നിങ്ങളുടെ വിലയേറി. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, വേറെ ഒന്നും വാചകടിക്കാനില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ. മറ്റു വാർത്തകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.